ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘം എടമുട്ടം ആൽഫ പാലിയേറ്റീവ് കെയറിലെ അന്തേവാസികളായ അച്ഛനമ്മമാരോടൊപ്പം ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ഇ.ടി. ടൈസൺ മാസ്റ്റർ എം.എൽ.എയും ആൽഫയിലെ പ്രായം കൂടിയ അമ്മയും ചേർന്ന് കേക്ക് മുറിച്ച ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. അല്ലെങ്കിൽ ആഘോഷ സമയത്ത് ഏറ്റവും പാവപ്പെട്ടവരെ, ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെയൊക്കെ കണ്ണു തുറന്ന് കാത് തുറന്ന് കേൾക്കാൻ കഴിയുന്ന ഒരവസരം നടത്തുന്നതിലാണ് ഞാൻ ഈ ക്രിസ്തുമസ് ആഘോഷത്തെ കാണുന്നത്. എടമുട്ടം ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘടനയുടെ പ്രവർത്തനത്തെ കാണുന്നത്. നമ്മുടെ സംസ്ഥാനം ഏതെല്ലാം കാര്യങ്ങളിൽ മുമ്പിൽ പോകുന്നുണ്ടോ, മുന്നിൽ പോകുന്നതിനും വളരെ പ്രധാനപ്പെട്ട ഒരു കൃത്യനിർവഹണം ഇതുപോലുള്ള സംഘങ്ങളുടെ പ്രവർത്തനമാണ്. നമ്മൾ ഗവൺമെൻറ്റോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ മാത്രം വിചാരിച്ചാൽ ഒരു നാടിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാനാവില്ല. അതിന് കൂട്ടായ പരിശ്രമമാണ് വേണ്ടത്. ആ കൂട്ടായ പരിശ്രമത്തിൽ നമ്മുടെ എടമുട്ടം ഫ്രണ്ട്സ് പുരുഷ സഹായ സംഘം കൂടി ചേരുന്നു എന്നുള്ള സന്തോഷവും, ഇവിടെ അന്തേവാസികൾക്കൊപ്പം ഒരു ചെറിയ സമയമെങ്കിലും ഇവിടെ നിന്ന് ഈ ക്രിസ്തുമസ് ആഘോഷിക്കാൻ കിട്ടിയ അവസരവും ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുകയാണ്, വിലയിരുത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് നവവത്സരാശംസകൾ നേർന്നുകൊണ്ട് പരസ്പരം മധുരം നൽകി സ്നേഹം പങ്കിടുന്നതോടൊപ്പം കഴിമ്പ്രം ദിലീപ്, അശ്വതി ദിലീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഗീത വിരുന്നിനൊപ്പം അച്ഛനമ്മമാർ ചുവടുവെച്ചതും ആഘോഷത്തിന് മാറ്റുകൂട്ടി. മധു പണിക്കശ്ശേരിയുടെ സാക്സ്ഫോൺ വായനയോടൊപ്പം കുട്ടൻ ചന്ദ്രാപിന്നിയുടെ ചെണ്ടമേളം കൂടിയായപ്പോൾ ആഘോഷത്തിന്റെ അലയടികൾ വാനോളമുയർന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അർജിത് മുഖ്യാതിഥിയായി. ഫ്രണ്ട്സ് ഗ്രൂപ്പ് പ്രസിഡന്റ് ഷാഹിൽ പുതിയ വീട്ടിൽ, സെക്രട്ടറി അക്ഷയ്, കൺവീനർ ഭിന്നി ആലപ്പാട്ട്, ട്രഷറർ PM ആദർശ്, ഷെമീർ എലയിടത്ത്, ഫ്രണ്ട്സ് ഗ്രൂപ്പ് അംഗങ്ങളായ MV നൌഷാദ്, ആരാദ് VP, VK അലിയാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. वैशाख